ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രേവതി എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് രേവതി, യഥാർത്ഥ പേരല്ല. ഇപ്പോൾ 30 വയസ്സുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 4.5 വർഷമായി മാഡം. ഹസ്ബൻഡ് ഡിഫൻസിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ അവിടെ പോയി താമസിക്കാൻ വലിയ ഇഷ്ടമൊന്നുമല്ല. ഒരു വർഷം പോയി നിന്നതാണ്. എനിക്ക് എന്തോ നാട്ടിൽ താമസിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ അദ്ദേഹത്തിന് ഞാൻ കൂടെ നിൽക്കുന്നത് അത്ര വലിയ കംഫർട്ടല്ല. കാര്യം വളരെ തിരക്ക് പിടിച്ച ജോലിയാണ്. എന്നെ തനിയിട്ടിട്ട് പല സമയത്ത് പല കാര്യങ്ങൾക്ക് പോകേണ്ടി വരും. അപ്പോൾ ഞാനാണ് പറഞ്ഞത്, ഞാൻ പോയി നിങ്ങളുടെ വീട്ടിലങ്ങ് താമസിച്ചോളാം, അവിടെ അമ്മയും അമ്മായപ്പനൊക്കെ ഉണ്ടല്ലോ എന്ന്. അത് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് വരുന്നത് വർഷത്തിൽ 2-3 തവണയായിട്ട് പല സമയം വരും. ആ സമയത്തൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണ്. സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളോട് വല്ലാത്തൊരു ആക്രാന്തമാണ്. ഞാൻ ആദ്യമേ പറയും, ഇത്രയും വലിയ ആക്രാന്തമൊന്നും കാണിക്കരുത്. ഇത് അതിർത്തിയിലെ പോരുന്നുമല്ല. എനിക്ക് ഇത്രയും സമയമൊന്നും നിങ്ങളുടെ പിത്തരാട്ടം സഹിക്കാനുള്ള കഴിവില്ലെന്ന്. അപ്പോൾ പുള്ളി പറയും, എത്രയോ പെണ്ണുങ്ങൾ കാത്തിരിക്കുകയാണ് നല്ല ബോഡി ഷേപ്പുള്ള നല്ല ടൈമുള്ളൊരു ഹസ്ബൻഡിനെ. അങ്ങനെ ഒരു ഹസ്ബൻഡിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനാണ് ഇതിൽ വിമുഖത കാണിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ കളയാക്കും. പക്ഷേ എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം കംപ്ലൈൻറ്റ് പറയുന്നല്ലാതെ പുള്ളിയുടെ ഒരു നടപടിക്രമങ്ങൾക്കും ഞാനെതിര് പറയില്ല. ബാക്കി എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. പിന്നെ നല്ല സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ എന്തിനാണ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് നമ്മളോട് ദേഷ്യം തോന്നും. ആ ബന്ധം തകരാനിടയാക്കും. അതുകൊണ്ട് ഇഷ്ടമില്ലാത്ത ദിവസങ്ങളിലും ഞാൻ അദ്ദേഹം വരുമ്പോൾ നോ എന്ന് പറയാറില്ല. എൻ്റെ എല്ലാ ഹൃദയരഹസ്യങ്ങളും ഞാൻ ഒരാളോട് മാത്രമേ പങ്കുവയ്ക്കാറുള്ളൂ. അത് എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചിയാണ്. ചേച്ചി എന്ന് പറയുമ്പോൾ അവർക്ക് എന്നേക്കാൾ ഒരു 5 വയസ്സിന് മൂപ്പ് കാണും. പിന്നെ 2 കുട്ടികളുണ്ട്. ഭർത്താവ് ബിസിനസ് ചെയ്യുകയാണ്, ബാംഗ്ലൂരിലാണ്. അവരുടെ ഭർത്താവും ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വരികയുള്ളൂ. സെയിം സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ 2 പേരും ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. ആദ്യത്തെ 2 വർഷം രസകരമായിരുന്നു. പക്ഷേ 1.5 വർഷം കഴിയുമ്പോൾ തൊട്ടേ ആളുകൾ പ്ലാനിങ് ആണോ കുട്ടികളൊന്നും ഉണ്ടാകുന്നില്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങി. പക്ഷേ അതിനുത്തരം എൻ്റെ കയ്യിലില്ല. ഒരു പ്ലാനിങ്ങുമില്ല. വരുമ്പോഴൊക്കെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും ആക്രാന്തങ്ങളുമാണ്. ഒരു പ്ലാനിങ്ങും അതിലില്ല. പക്ഷേ നമ്മൾ വിചാരിച്ചത് മാത്രം സംഭവിക്കുന്നില്ല. സ്വതവേ പെണ്ണുങ്ങൾക്കാണല്ലോ മാഡം എല്ലാ കുഴപ്പങ്ങളും. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിക്കാൻ തുടങ്ങി, എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഒന്ന് കൊണ്ടുപോയി 2 പേർക്കും കൂടെ പരിശോധിച്ച് നോക്കിക്കൂടെ. ഒളിയമ്പുകളെല്ലാം എൻ്റെ നേരെയാണ് വരുന്നത്. ഞാൻ ഹസ്ബൻഡിനോട് പലവട്ടം ഇത് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇത് നിസ്സാരമായി തള്ളിക്കളയുകയാണ്. അതൊന്നും കാര്യമില്ല, നിനക്ക് നല്ല സ്നേഹമുള്ളൊരു ഭർത്താവില്ലേ, പിന്നെ എനിക്കെന്താ കുഴപ്പം, വേണ്ടത്ര എല്ലാ കാര്യങ്ങളിലും നീ സംതൃപ്തയല്ലേ, പിന്നെ എന്തിനാണ് കുട്ടി ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞത്. അതൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടായിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, എന്തുകൊണ്ടാണ് ഇത്രയും സജീവമായിട്ടിരുന്നിട്ടും നമുക്ക് കാര്യങ്ങളൊന്നും നടക്കാത്തത്? നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല പുറമേ, പക്ഷേ അകമേ എനിക്കോ നിങ്ങൾക്ക് കുഴപ്പമുണ്ടെങ്കിലോ നമുക്ക് ഡോക്ടറെ കണ്ട് ഒന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി പുള്ളിയുടെ ഭാവം മാറി. ഡോക്ടറെ അടുത്തും ഹോസ്പിറ്റലൊന്നും ഞാൻ വരില്ല, ഇത് നടക്കുമ്പോൾ നടന്നോട്ടെ, എനിക്ക് ഒരു പേരുണ്ട്, നിലയും വിലയുമുണ്ട്, അത് കളയാൻ ഉദ്ദേശമില്ലെന്ന് ഞാൻ പറഞ്ഞു. എനിക്കാണ് കുഴപ്പമെന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ വന്ന് ഒന്ന് നോക്കൂ മനുഷ്യ, കാര്യങ്ങൾ എന്നെ കുറ്റം പറഞ്ഞാൽ മതി, നമുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരിയാക്കിയെടുക്കാമെന്ന്. അത് പറ്റില്ല, എൻ്റെ മൂഡ് കളയുന്ന കാര്യങ്ങൾ നീ പറയരുതെന്ന് പറയും. പിന്നെ നാട്ടിൽ വരുമ്പോഴും ഞാൻ ഈ സംഭവം തുടങ്ങുമ്പോൾ പുള്ളി പറയും, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ മൂഡ് പോകും, ഞാൻ വരുന്നത് എൻജോയ് ചെയ്യാനാണ്, അടുത്ത തലമുറ വേണമെന്ന് വെച്ച് കല്യാണമൊന്നും കഴിച്ച ആളല്ല ഞാൻ, എനിക്ക് അത് ഉണ്ടാകുമ്പോൾ ഉണ്ടായിക്കോട്ടെ. എൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ സ്നേഹത്തോടുകൂടി കഴിയുക. നിനക്ക് മറ്റെല്ലാ സൗകര്യങ്ങളുമില്ലേ, എന്ത് ചോദിച്ചാലും ഞാൻ വാങ്ങിച്ചു തരില്ലേ, അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൂടെ, എന്നെ ഇറിറ്റേറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു മാഡം. അങ്ങനെ വഴക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇനിയിപ്പോൾ ഇങ്ങനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, ഇങ്ങനെ എന്തായാലും ചികിത്സയ്ക്കൊന്നും വരില്ല. എന്താ ചെയ്യുക? ഇതാരോടെങ്കിലും പറയാൻ പറ്റുമോ? വീട്ടുകാരും നാട്ടുകാരുമെല്ലാം എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങി. കഥ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രോഗ്രസ്സും ഉണ്ടായില്ല. ഭർത്താവിൻ്റെ മനസ്സ് മാറിയില്ല. ഒരു 7-8 മാസത്തിന് മുമ്പാണ് ഒരു ദിവസം ഞങ്ങളുടെ അവിടെ ഒരു തോടുണ്ടേ, അത് വീടിൻ്റെ മുന്നേ കൂടെ ഒഴുകുന്നതാണ്. പക്ഷേ കടവെന്ന് പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞ ആ ചേച്ചിയില്ലേ, ആ ചേച്ചിയുടെ അവിടെയാണ്. പൊതുവേ ഇവിടെ എല്ലാവരും തോട്ടിലാണ് കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യുന്നത്. കാട്ടരുവിയാണ്. കാട്ടിൽ നിന്ന് വരുന്ന നല്ല തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് അവിടുത്തെ കുളിയും നനയുമൊക്കെ പ്രത്യേക രസം തന്നെ. പുരുഷന്മാർക്ക് വേറൊരു കടവാണ്. സ്ത്രീകളെല്ലാം
വേറൊരു കടവിൽ കുളിക്കും. അവിടെ ചെന്ന് നുണയും കൊതിയും പറയുക എന്നുള്ളത് ഒരു പ്രത്യേക രസമാണ്. ഞാനും ആ ചേച്ചിയും, ചേച്ചിയുടെ പേര് ഗീത ചേച്ചിയും കൂടെയാണ് മിക്കവാറും നനയ്ക്കാൻ പോവുക. നനയ്ക്കുന്ന സമയത്ത് ചേച്ചി എന്നെ വിളിക്ക് ഫോണിലിടി, ഞാൻ നനയ്ക്കാൻ പോവാ, നീ വരുന്നോന്ന്. അപൂർവ ദിവസങ്ങളിൽ മാത്രമേ ഞങ്ങൾ ഒന്നിച്ച് പോകാതിരിക്കുകയുള്ളൂ. ബാക്കിയുള്ള ടൈമെല്ലാം ഒന്നിച്ചായിരിക്കും. പക്ഷേ ഞാൻ തോട്ടിൽ കുളിക്കില്ല. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കുളിക്കരുത്, പുള്ളിക്ക് ഇഷ്ടമല്ലതും. പക്ഷേ ഗീത ചേച്ചി അങ്ങനെയല്ല. പുള്ളിക്കാരി അവിടെ നിന്ന് വിസ്തരിച്ച് കുളിക്കും. എന്നിട്ട് ആ തോട്ടിൽ ചെറിയൊരു ആഴമുണ്ട്, അവിടെ പരൽമീനെ പോലെ നീന്തുകയും ചെയ്യും. ഞാൻ പറയും, ചേച്ചിക്ക് നാണമില്ലേ ഇങ്ങനെ കിടന്ന് കുന്തളിക്കാൻ? പ്രായം കുറേ ആയല്ലോ എന്ന്. ആർക്കടെ പ്രായമായതും? എനിക്ക് 35 വയസ്സായുള്ളൂ. ഞാനിപ്പോഴും കന്നി പെണ്ണിനെ പോലെ നടക്കുന്നതെന്ന്. എന്നിട്ട് ചേച്ചിക്ക് 3 കുട്ടികളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ചേച്ചി പറയും, ആദ്യത്തേത് ഒരു പെൺകുട്ടി, രണ്ടാമത്തേത് ഇരട്ടകളല്ലേ. അപ്പോൾ അതും അങ്ങനെ സംഭവിച്ചു പോയതാണ്. അല്ലാതെ പറഞ്ഞതുപോലെ എനിക്കങ്ങനെ വലിയ പ്രായമൊന്നുമില്ല. പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ പ്രായം കൂടുമില്ലല്ലോ, ഉള്ള പ്രായമല്ലേ കാണുകയുള്ളൂ. എന്നാലും എൻ്റെ ചേച്ചി, നിനക്കങ്ങനെയൊക്കെ പറയാം. എൻ്റെ ഹസ്ബൻഡ് സ്വഭാവം അറിയാമല്ലോ, അദ്ദേഹത്തിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ച് അങ്ങേരങ്ങ് നല്ലവനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പല രീതിയിലും പല ചുറ്റിക്കളികളുമുണ്ട്. അതിന് കാരണം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മോളെ. പണ്ടേ പുള്ളി കയ്യിലൊതുങ്ങാത്തൊരു ടൈപ്പാണ്. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? എടി, നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഒരു പെണ്ണിനും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളും പേറിക്കൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ പല പെണ്ണുങ്ങൾക്കും കാണുമ്പോൾ ഒരു മോഹം കാണും, അതിൻ്റെ കൂടെ ഇങ്ങേർക്ക് ആക്രാന്തവും. അപ്പോൾ ഇഷ്ടം പോലെ ആരാധികമാർ കാണും, പലയിടത്തും പല ബന്ധങ്ങളും കാണും. കാര്യം ആണുങ്ങളുടെ മുഖത്തിനേക്കാൾ ഡിമാൻഡ് എന്തിനാണെന്ന് നിനക്കറിയാമല്ലോ എന്ന്. അങ്ങനെയൊക്കെ ഉണ്ടോ ചേച്ചി? അയ്യോടി, അവൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഇള്ള കുഞ്ഞ് ഇപ്പം അങ്ങോട്ട് പെറ്റിട്ടതേ ഉള്ളൂ. എടി, നിൻ്റെ ഹസ്ബൻഡും അവനും നല്ല തണ്ടും തടിയുള്ളൊരുത്തിനല്ലേ? അതും ആരും മോഹിക്കുന്നവൻ. ഇവിടെയുള്ള മറ്റു പെണ്ണുങ്ങൾക്കൊക്കെ പണ്ടവന് എന്തിഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടന് മറ്റു പെണ്ണുങ്ങളുടെ ബന്ധമുണ്ടായിരുന്നു. അവനൊന്നും ഇല്ലാതെന്ന് തോന്നുന്നു. അവനീ പറഞ്ഞതുപോലെ നിൻ്റെ പുറകെ നടക്കുകയല്ലേ, അല്ലാതെ വലിയ ഇതൊന്നും അവനില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നതുകൊണ്ട് എനിക്ക് വലിയ ഹിസ്റ്ററി ഒന്നും അറിയില്ല. എങ്കിലും അവന് മറ്റു പെണ്ണുങ്ങളുമായിട്ട് അധികം അടുക്കാത്ത ടൈപ്പാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് കേട്ടപ്പം ഞാൻ ആശ്വാസം എന്ന് പറഞ്ഞു. നീ ആശ്വസിക്കൊന്നും വേണ്ട. അവനിപ്പോൾ പോയി അവിടെ ജോലി ചെയ്യുന്നിടത്ത് ഇഷ്ടംപോലെ ഹിന്ദിക്കാരി പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അവരുമായിട്ട് എന്തെങ്കിലും നിഗോലാഫി കാണും. പിന്നെ അവർക്ക് ബിസി ഡ്യൂട്ടിയാണ്, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല നിന്നോട് ആരാ പറഞ്ഞത്? ഇടീ, ആണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ കള്ളന്മാരാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ. അപ്പോൾ ചേച്ചിക്ക് ഇതൊക്കെ അറിയാമെങ്കിലും ചേച്ചി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്? പിന്നെ ഭർത്താവല്ലേ, നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്, എല്ലാം തരുന്നതുമുണ്ട്. ഇനിയിപ്പം നമ്മളില്ലാത്ത സമയത്ത് എന്തെങ്കിലും ചുറ്റിക്കളികൾക്കൊക്കെ പോയെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തമുള്ള ഒരാളെ നമ്മളിതിനെ വെറുതെ ശല്യപ്പെടുത്താൻ പോകുന്നേ. അത് മാത്രമല്ലടി, അങ്ങേരുടെ ശല്യവും കുറഞ്ഞിരിക്കും. ഞാനിപ്പോൾ സംശയിച്ചിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങോട്ട് വരും. ആ സമയത്ത് എനിക്ക് പിന്നെ ഇരിക്കപ്പുറതിയില്ല. എന്തിനാ വെറുതെ വയ്യാവേലി ഞാൻ വിലയ്ക്ക് വാങ്ങുന്നത്? അതൊക്കെ ഒരു രസമല്ലേ ചേച്ചി? രസമോ? നീ തന്നെ പറയാറില്ലേ ഭർത്താവ് വരുമ്പോഴേക്കും നിനക്ക് ചില സമയത്ത് ഇഷ്ടമല്ലെന്ന്. അപ്പോൾ പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്കെന്ത് ശല്യമാ? അല്ല ചേച്ചി, ചേച്ചിക്ക് 3 കുട്ടികളില്ലേ? അപ്പോൾ പിന്നെ അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നത് പ്രയാസമല്ലോ എന്ന് നീ എന്തറിഞ്ഞുകൊണ്ടായി പറഞ്ഞത്? 3 കുട്ടികളാണെങ്കിലും 30 കുട്ടികളാണെങ്കിലും എൻ്റെ മോളെ, ഇന്നും എനിക്കത് മാനേജ് ചെയ്യാനുള്ള ഒരു ത്രാണിയായിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റില്ലടി. അത്രയ്ക്കും ഓരോരോ വിക്രകളാണ്. നിൻ്റെ ഭർത്താവിന് ആക്രാന്തം നീ പറയുന്നു. പക്ഷേ ഇവിടെ അതൊന്നുമല്ല. വെറൈറ്റിയും അതും ഇതും ടൈമുമെല്ലാം വെച്ച് നോക്കുമ്പോഴേക്കും രാവിലെ ഞാനില്ലേ ഇഴഞ്ഞിഴഞ്ഞാണ് അടുക്കളയിലേക്ക് പോകുന്നത്. എന്നാലും എൻ്റെ ചേച്ചി, ഇത്രയും വർഷമായിട്ടും ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, സത്യമോ മോളെ? നിന്നോട് ഇതൊക്കെ ബോധിപ്പിച്ചിട്ട് എന്ത് കാര്യം? കാണാത്തതും കേൾക്കാത്തതും അനുഭവിക്കാത്തതുമായ കാര്യങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് അതിശയോക്തി തോന്നും. അതിൽ വലിയ കാര്യമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും എൻ്റെ ചേച്ചി, കുറ്റം പറയാമെങ്കിലും ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ചേച്ചി ഭാഗ്യവതിയാണ്. 3 കുട്ടികളുണ്ട്. ഞാനാണെങ്കിൽ നോക്ക്, എത്ര കാലമായിട്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയൊക്കെ ഒരു ബാക്ക് ടോക്ക് കേൾക്കുന്നു. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ യാതൊരു മറുപടിയും പറയില്ല. അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിനൊക്കെ ഞാൻ എതിര് നിൽക്കുകയാണ്, എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. ഞാൻ മടുത്തു ചേച്ചി, മടുത്തു. പണ്ട് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് മോളെ, ഒരു പഴഞ്ചൊല്ല്, ഉണ്ടവന് ഉറങ്ങാൻ മോഹം, ഉണ്ണാത്തവന് ഉണ്ണാൻ ഓടിക്കയറാൻ മോഹം എന്ന്. ഇതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ കാര്യങ്ങളിൽ എല്ലാം അധികം അടിയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് 3ാമത്തെ മാസമായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കാര്യം റെഡിയായി. അതെന്തുവാ, അങ്ങോട്ടൊന്ന് തൊട്ടാൽ മതിയടി, പൂ മലരുമെന്ന് പറഞ്ഞ പോലെയാണ്. പൂക്കൾ 1000 ഉണ്ടാകും, അങ്ങൊരു ടൈപ്പാണ് എൻ്റെ ഭർത്താവ്.
ഒന്നും ഞാൻ വിസ്തരിക്കുന്നില്ല. വിസ്തരിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തലവേദന എടുക്കും. ദേ ഇപ്പം നീ കണ്ടില്ലേ, ഈ തുണിയൊക്കെ നോക്ക്. ഇതെല്ലാം കഴുകാൻ കാരണം എന്താണ്? അങ്ങയുടെ വിക്രകൾ തന്നെ. വന്നു കഴിഞ്ഞാൽ എനിക്ക് സമയമില്ല. എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് ഇപ്പോഴും എൻ്റെ പൊന്നു മോളെ കൊണ്ട് കഴുകുന്നേ. ചേച്ചി തോട് മുഴുവനും കറ കലങ്ങുമേ എന്ന് പറയുമ്പോൾ ചേച്ചി പറഞ്ഞു, ശരിയാ മോളെ, ഒന്നും പറയണ്ട. എന്ത് പാടി ഇത്, പ്രവാഹമോ എന്ന് പറഞ്ഞ് ചേച്ചി തന്നെ ആസ്വദിച്ച് ചിരിച്ചു. ആ, എന്ത് ചെയ്യാനാണ്? നിനക്ക് കിട്ടേണ്ടത് എൻ്റെ ഭർത്താവിനെയായിരുന്നു, എനിക്ക് കിട്ടേണ്ടത് നിൻ്റെ ഭർത്താവിനെയുമായിരുന്നു. അത് ചേച്ചി അങ്ങനെ പറഞ്ഞത് അല്ല. എനിക്ക് സത്യം പറഞ്ഞ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാണെന്ന് യാതൊരു താല്പര്യമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും അങ്ങ് സ്മൂത്തായിട്ട് പോകണമെന്നാണ്. ഈ പിള്ളേരെ വളർത്തുക പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാ മോളെ എന്ന് പറഞ്ഞു. എന്നാലും ചേച്ചി അങ്ങനൊന്നും പറയരുത്. ഞാനാണെങ്കിൽ ഇപ്പോൾ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ പഴിദോഷങ്ങളൊക്കെ കേൾക്കുന്നത് എൻ്റെ ഭർത്താവിന് മനസ്സിലാകുന്നുമില്ല. ഒരു ദിവസം പിടിച്ച് അവന് 2 ഞെരട് കൊടുക്കടി. നീ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലോക്ക് തിരിക്കുന്നില്ല, അങ്ങ് തിരിക്കണം. അപ്പം അവന് കാര്യം മനസ്സിലാകും. ഒന്ന് പോ ചേച്ചി. എനിക്ക് തോന്നുന്നത് അങ്ങേർക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ്, അതുകൊണ്ടാണ് ഭയക്കുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ പോയി ഒരു ഡോക്ടറെ കാണിക്ക്, ഞാനും കൂടെ വരാം. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അറിയാമല്ലോ, നമുക്കത് ആദ്യം ഒന്ന് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി ഞാനും കൂടെ ഒരു ദിവസം ഡോക്ടറെ അടുത്ത് പോയി എല്ലാ ചെക്കപ്പും ചെയ്തു. എനിക്ക് യാതൊരു കുഴപ്പവുമില്ല, പെർഫെക്റ്റാണ്. എടി അപ്പം അവൻ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണും. എൻ്റെ പൊന്നു ചേച്ചി, പുറമേ ഒരു കുഴപ്പമില്ല. അപ്പോൾ അകമയുള്ള കാര്യങ്ങളും എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ആ അകമയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ലല്ലോ. അത് ഡോക്ടർമാർക്കും ലാബ് റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാലേ പറ്റുകയുള്ളൂ. എന്തായാലും ഇനി വരുമ്പോൾ നീ പറയണം, ഡോക്ടറെ പോയി കണ്ടു. ചേച്ചി എന്നോട് വഴക്കുണ്ടാക്കും, അത് സാരമില്ല, വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഓ, പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല ചേച്ചി, വഴക്കുണ്ടാക്കും അത്രേ ഉള്ളെന്നും. എങ്കിൽ പിന്നെ നീ നിൻ്റെ ഭർത്താവും തമ്മിലുള്ള ജീവിതം ആസ്വദിച്ച് നീ അങ്ങ് മുന്നോട്ട് പോകും. അവന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പെണ്ണെന്നുള്ള നിലയിൽ നീ അതൊക്കെ സന്തോഷിച്ച് ആസ്വദിച്ച് അങ്ങ് പോയാൽ മതി. ബാക്കിയുള്ള തലവേദനകളൊക്കെ വിടുക. എന്നാലും ചേച്ചി നാട്ടുകാരും വീട്ടുകാരും ചോദിക്കുന്നു. അപ്പോൾ നീ അങ്ങ് പറയാ, താല്പര്യമില്ല, ഞങ്ങൾ മോഡേൺ ദമ്പതികളാണെന്നും. അതൊന്നും നടക്കില്ല ചേച്ചി. ഇതിപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത്? അവിടെയും പറ്റില്ല, ഇവിടെയും പറ്റില്ല, നടുക്കും പറ്റില്ല, പിന്നെ എന്താ ഇത് എന്ന് പറഞ്ഞ് ചേച്ചി എന്നെ വഴക്ക് പറഞ്ഞു. പിന്നെ ഒരു ദിവസം ഉച്ചയ്ക്ക് പോയിരുന്നു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി തുണി നനയ്ക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് തുണിയേ ഉള്ളൂ. അത് ചേച്ചി ഇന്ന് കുറച്ച് തുണിയും, ഓ പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്, ഇനിയിപ്പം എല്ലാം കൂടെ ഒന്നിച്ച് നനയ്ക്കാം എന്ന് പറഞ്ഞു. ആഹാ കൊള്ളാലോ. ഇപ്പം ചേച്ചി പിന്നെ എന്തിനാണ് വന്നത്? അത് പിന്നെ നമ്മൾ സ്ഥിരം വരുന്നതല്ലേ. തോട്ടിലൊന്നും നീന്തി കുളിച്ചില്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം ഒരു സംതൃപ്തിയില്ല. ചേച്ചി ആരാ? മത്സ്യകന്യകയോ? ഞാൻ എന്താടി മത്സ്യകന്യകയല്ലേ? എൻ്റെ ഭർത്താവിന് ഞാൻ മത്സ്യകന്യകയല്ല, വലിയ തമ്പുരാട്ടിയാണ്. പക്ഷെ ചേച്ചി പറഞ്ഞത് അദ്ദേഹത്തിന് വേറെ ചുറ്റിക്കളി ഉണ്ടെന്നാണല്ലോ. പോണെങ്കിൽ ഞങ്ങൾ പോട്ട് മോളെ, എന്തു പോയാലും അത് തിരിച്ചു വരും. ഇനി അല്ലെങ്കിൽ തേഞ്ഞൊന്നും പോകില്ലല്ലോ, അത്രയല്ലേ ഉള്ളൂ. ചേച്ചി പൊടി പെണ്ണിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. മറ്റു പെണ്ണുങ്ങൾക്കെല്ലാം ഭർത്താവിനോട് ഭയങ്കര പോസസീവ്നെസ് ആണ്. ചേച്ചിയുടെ ഭർത്താവ് ചേച്ചി ഇട്ടിട്ട് വേറെ പെണ്ണിൻ്റെ കൂടെ പോയാലും കല്യാണം കഴിഞ്ഞ് ഒളിച്ചോടി പോകുന്ന കാര്യമാണ് നീ പറഞ്ഞത്. അങ്ങനെ അയാൾ പോവുകയാണെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. അതെന്താ ചേച്ചി, പോട്ടടി, എനിക്ക് വയ്യ, മതിയായി. അപ്പം പിന്നെ വേറെ കാര്യമുണ്ട്, എനിക്ക് വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഞാനാണെങ്കിൽ ജീവനാംശം ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടും അങ്ങേർ ഒരിക്കലും അങ്ങനൊരു സാഹസം കാണിക്കില്ല. കാണിച്ചാൽ എനിക്കൊന്നുമില്ല, ഞാൻ അത്രയ്ക്കൊന്നും ഞെട്ടിക്കരയുന്ന പെണ്ണൊന്നുമല്ല എന്ന് പറഞ്ഞു. എന്നാലും ചേച്ചിക്ക് വല്ലാത്തൊരു ധൈര്യം തന്നെ. ഞാനിപ്പോഴും മനപ്രയാസത്തിലിരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, എന്താ നീ ആലോചിക്കുന്നത്? അല്ല, ഇങ്ങനെ എന്തായാലും ടെസ്റ്റിന് മറ്റും വരില്ല. അങ്ങനെ ആകുമ്പോൾ മറ്റൊരാളുടെ സഹായം എനിക്ക് വേണ്ടി വരുമല്ലോ, ഒരമ്മയാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അറിയാതെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കണമല്ലോ എന്നുള്ള ഒരു ദുരാഗ്രഹം തോന്നാറുണ്ട്. തെറ്റാണെന്ന് എനിക്കറിയാം. ഒരിക്കലും അങ്ങനെ ഒരു സ്ത്രീ ചിന്തിക്കാൻ പോലും പാടില്ല, അതെനിക്കറിയാം. എടി, ചിന്തിക്കുന്നതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷേ നിനക്ക് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ നീ ട്രൈ ചെയ്യുക. ആരോടും പറയണ്ട, ആരും അറിയുകയും ചെയ്യരുത്, അത്രയേ ഉള്ളൂ. നിനക്ക് പഴയ കാമുകന്മാർ വല്ലതും ഉണ്ടോ? നിൻ്റെ പറച്ചിൽ കേട്ടിട്ട് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നല്ലോ മോളെന്ന് പറഞ്ഞു. അയ്യോ ചേച്ചി, എനിക്ക് കാമുകന്മാരൊന്നുമില്ല. ആഹാ, ഒരു മണ്ണാകട്ടയും പ്ലാനും ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ട് എന്ത് കാര്യം? നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഭർത്താവിനെ അവിടെ ഞാൻ സ്നേഹിച്ച് നിർത്തിയേനെ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു നൃത്തം ചവിട്ടിയേനെ മോളെ. അതിൽ ഞാൻ 1ാം സ്ഥാനവും ട്രോഫിയും കരസ്ഥമാക്കും. എന്നിട്ട് ഭർത്താവ് വരുമ്പോൾ ഭർത്താവിനെ കൊണ്ട് തന്നെ ആ ട്രോഫി സന്തോഷത്തോടു കൂടി ഞാൻ സ്വീകരിച്ച് എന്നെ
കൂടുതൽ സ്നേഹിക്കാനുള്ള സംവിധാനം ഒരുക്കിയനി. ശരിയാ ചേച്ചി, ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ എടി, എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു. കല്യാണം കഴിക്കുമ്പോൾ ഈ അടുത്ത കാലത്തെങ്കിലും കുട്ടികൾ ഉണ്ടാകലേ എന്ന് വിചാരിച്ചാൽ ഞാൻ കല്യാണം കഴിച്ചത്. പക്ഷെ പെട്ടെന്നുണ്ടായി. വേണ്ടവർക്ക് വേണ്ടത് കിട്ടുന്നില്ല, വേണ്ടാത്തവർക്ക് വേണ്ടാത്തത് കിട്ടുന്നു എന്ന് ചേച്ചി പറഞ്ഞു. ഞാനാണെങ്കിൽ പെട്ടെന്ന് വിഷമത്തിലായി. ഞാനൊരു മൂങ്ങിയപ്പോലിരിക്കുന്ന കണ്ടപ്പോൾ ചേച്ചിനോട് വെച്ചു, എന്താടി നീ നത്ത് കുത്തിയിരിക്കുന്ന പോലെ കുത്തിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ചേച്ചിക്കൊരു പക്ഷേ എന്നെ സഹായിക്കാൻ പറ്റും. അതെന്താടി നീ എങ്ങനെ പറഞ്ഞത്? അല്ല, ചേച്ചി എന്നോട് പറഞ്ഞത് ഭർത്താവിന് മറ്റു ചുറ്റിക്കളികൾ ഉണ്ടെന്ന് സംശയമുണ്ട്. അതൊന്നും ചേച്ചി കാര്യമാക്കുന്നില്ലെന്നല്ലേ? അതിന് അല്ല, അങ്ങനെയാകുമ്പോൾ ചേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്താൽ ഞാനാണെങ്കിൽ എങ്ങനെയും ഈ സമൂഹത്തിൽ നല്ലൊരുവളായി ജീവിച്ചു പോകും. ഒരേ ഒരു സഹായം മാത്രം. ചേച്ചി അത് കേട്ട് ഞെട്ടി. എടി, നിനക്ക് വട്ടാണോ അതോ സ്വഭാവത്തോട് നീ പറയുകയാണോ? അതിപ്പം ഞാൻ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. കാര്യം ഒരു ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് അല്ലാതെ ഇതൊക്കെ കളക്ട് ചെയ്ത് ശരിയാക്കാവുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അതല്ല, എനിക്ക് അങ്ങനെ വേണ്ട. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പോയി ഇനി കോംപ്ലിക്കേഷൻസ് ആക്കാൻ വയ്യ. കാര്യം അത് പിന്നീട് എപ്പോഴാണെങ്കിലും തെളിവായിട്ടിരിക്കും. ആ റിസ്ക് ഒന്നും വയ്യ. കണ്ടു കഴിഞ്ഞാൽ പരമമായ സ്വാഭാവികമായിരിക്കണം കാര്യങ്ങളൊക്കെ. അത് കേട്ട് ചേച്ചി, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, നോക്കട്ടെ, ചേട്ടനോടൊന്ന് പ്രസൻറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. നിനക്ക് നിൻ്റെ ഭർത്താവ് വന്നിട്ട് അവന് നിന്നോട് നല്ല സ്നേഹമാണ്. അതുപോലെ നിനക്ക് റിപ്പീറ്റഡായിട്ട് സഹിക്കാൻ വയ്യ. എനിക്കാണെങ്കിൽ എൻ്റെ ഭർത്താവിനെ ഒട്ടും സഹിക്കാൻ വയ്യ. അങ്ങനെയുള്ള യഥാർത്ഥ സ്വഭാവം നീ പറഞ്ഞതുപോലെ അല്ലെ വിചാരിക്കുന്നത് പോലെ ചെറിയ ചെറിയ എനർജി ലെവലിലുള്ളതല്ല. നീ വിചാരിക്കുന്നതിനേക്കാളിലും ഒത്തിരി കുതന്ത്രങ്ങളും തന്ത്രങ്ങളും ഉള്ളൊരു മനുഷ്യനാണ്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല, അവസാനമില്ല. പിന്നെ വേറെ കാര്യം പറയാം. എല്ലാം കഴിഞ്ഞിട്ട് ചേച്ചി എനിക്ക് വാണിംഗ് തന്നിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവിടെ ഇപ്പോൾ ഹൈവേയും സബ് റോഡുമെല്ലാം വെള്ളപ്പൊക്കത്തിൽ വിണ്ട് കീറി തകർന്നു എന്ന് പറഞ്ഞ് നീ വരരുത്. അതികഠിനമായിരിക്കും യാത്ര എന്നോർത്തോളൂ. പക്ഷേ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടും. കാരണം അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പറയാമല്ലോ, എന്ത് ചെയ്യാനാ, ജാതിക്കത്തോട്ടം പൂക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് അത് മാത്രമല്ല, ഈ ഒരു ബന്ധത്തിൽ നിന്ന് എനിക്ക് ഒരു റിലാക്സേഷൻ വേണം. ചേച്ചി പറയുന്ന എന്ത് കാര്യങ്ങളും ഞാൻ അനുസരിക്കാം. ചേച്ചി എന്നെ സഹായിക്കുമെന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞു, ഞാൻ ചോദിക്കാം, ഒരു കുഴപ്പമില്ല. നിനക്കിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമ്മതമാണെങ്കിൽ പിന്നെ ഇത്രയും കാലം നീ എന്നോട് രഹസ്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് അവസാനം ഒരു സഹായം ചോദിച്ചു. എനിക്ക് നിൻ്റെ കാര്യങ്ങൾ A to Z അറിയാം. അപ്പോൾ ഞാൻ നിന്നെ സഹായിക്കേണ്ടവൾ കൂടിയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഇങ്ങനൊരു ബന്ധമുണ്ടായി, അത് കഴിഞ്ഞിട്ട് അങ്ങനെയുടെ പ്രേമമാണ്, ഒളിച്ചോടി പോകണമെന്ന് പറഞ്ഞ് നീ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് തന്നെയാകും പ്രശ്നം. കാര്യം ആ ഒരു സമയത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അങ്ങനെ സഹിക്കാൻ പാടാണ്. നല്ലൊരു ഉദ്യോഗസ്ഥനായി നിൻ്റെ ഭർത്താവിന് വിട്ടുപോയി കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരുമെല്ലാം നിന്നെ വെറുക്കും. പിന്നെ എനിക്കും അതൊരു മനപ്രയാസം ഉണ്ടാക്കും. എൻ്റെ പൊന്നു ചേച്ചി, അതിനൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, റിസൾട്ട് ഉണ്ടാകണം, അതിനുവേണ്ടി മാത്രമാണെന്നും. ശരി, നീ ഇതെല്ലാം അംഗീകരിക്കുമെങ്കിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെങ്കിൽ ഓക്കെ, നല്ലത് തന്നെ. ഞാൻ പറയാതെ പറഞ്ഞു. അങ്ങനെ ചേച്ചി പുള്ളിയോട് പറഞ്ഞു. പുള്ളിയാണെങ്കിൽ സദാ സന്നദ്ധ പ്രവർത്തകനാണല്ലോ, അത് കേൾക്കാൻ കാത്തിരിക്കുന്നത് പോലെ ഓക്കെ എന്ന് പറഞ്ഞു. ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് സമയബന്ധിതമായിട്ട് തന്നെ പോകണം. കാര്യം ഒത്തിരി കാലം ഇത് തുടർന്നുകൊണ്ട് പോകാൻ പറ്റില്ല. നമ്മൾ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഡേറ്റ് ഒക്കെ നോക്കിയിട്ടായിരിക്കണം. അല്ലെങ്കിൽ അത് പിന്നെ ഒത്തിരി വട്ടമായി കഴിഞ്ഞാൽ പലപ്പോഴും സംശയത്തിനിടയാക്കുമെന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞത് കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ പകൽ സമയത്ത് ചേച്ചി വിളിക്കുമ്പോൾ അദ്ദേഹമുള്ള സമയത്ത് ഡേറ്റ് അനുസരിച്ച് പോകാൻ തുടങ്ങിയത്. ചേച്ചി പറഞ്ഞു, 10 വട്ടം മാത്രം നിങ്ങൾക്ക് സാഹചര്യം ഞാൻ ഒരുക്കിത്തരും, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി അത് മതി. ചേച്ചിയുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ അതിനു മുമ്പ് തന്നെ റിസൾട്ട് ഉണ്ടാകുന്നതാണല്ലോ, ഭർത്താവിൽ അത്ര വിശ്വാസമല്ലേന്ന്. ചേച്ചി പറഞ്ഞു, എൻ്റെ അനുഭവത്തിൽ മോളെ നിനക്ക് 3ഓ 4ഓ അതിനു മുമ്പ് തന്നെ കറക്റ്റ് ആകുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഭർത്താവിൻ്റെ അലസമായ മനോഭാവം മൂലം അദ്ദേഹത്തോട് എനിക്കത്ര താതാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ചേച്ചി പറഞ്ഞ കഥകൾ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനോട് മനസ്സിൽ ഒരാരാധനയുമുണ്ട്. ചേട്ടൻ്റെ പുതിയ പുതിയ തരം എന്തെല്ലാമാണെന്നറിയാൻ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആശയുണ്ടായി. കൂട്ടത്തിൽ റിസൾട്ടും കിട്ടുമല്ലോ എന്നോർത്താണ് ഞാൻ ചേച്ചിയോട് പറഞ്ഞത്. ചേച്ചിയാണെങ്കിൽ സർവ്വതാ എന്തിനും സന്നദ്ധയായൊരു സ്ത്രീയുമാണ്. അച്ഛൻ ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പഴഞ്ചൊല്ലി പറയുന്നത് പോലെയായി എൻ്റെ കാര്യം. കാരണം അദ്ദേഹം ഞാൻ വിചാരിച്ചതിനേക്കാൾ, ചേച്ചി വർണ്ണിച്ചതിനേക്കാൾ ഒരു മനോരഞ്ജകനായിരുന്നു.
അദ്ദേഹത്തെക്കുറിച്ച് വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. ചേച്ചി പറഞ്ഞതുപോലെ അത്ഭുതപൂർവമായ ചില കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ടായെങ്കിലും അത് സുഖകരമായൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോളെ നീ സുന്ദരിയാണ്, അതുമാത്രമല്ല റിസൾട്ട് നിനക്ക് ഉണ്ടാക്കിത്തരാൻ അവൾ എന്നോട് പറഞ്ഞു. അപ്പോൾ റിസൾട്ടിന് വേണ്ടി ഒരു തവണ നമുക്ക് 2 വട്ടം ഒന്ന് ചുറ്റിയടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ചേട്ടാ, ചിലമ്പൊലിക്കാറ്റ് ചുറ്റിയടിക്കുന്ന പോലെ എത്ര തവണ വേണമെങ്കിലും ഞാൻ ചുറ്റിയടിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു. കാരണം ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ അദ്ദേഹം കുടിയേറി. ഇതിലും വലിയൊരു കുടിയേറ്റം ആരും ഇനി കുടിയേറാനില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ വിട്ടുകളയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് എത്ര വട്ടം വേണമെങ്കിലും ഞാൻ റെഡിയായിരുന്നു. അങ്ങനെ ഒരു തവണ ഹസ്ബൻഡ് വന്നിട്ട് പോയ ശേഷമാണ് ഡേറ്റൊക്കെ നോക്കിയിട്ട് ഞാൻ 1, 2, 3 ദിവസങ്ങൾ അവിടേക്ക് ചെന്നത്. ചേച്ചിയും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നു. പക്ഷേ ആ മാസം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഫലം നിരാശയായിരുന്നു. പിന്നീട് ഹസ്ബൻഡ് വരാൻ കാത്തിരിക്കും, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചെല്ലാൻ ചേച്ചി സമ്മതിക്കില്ല. ഹസ്ബൻഡ് വന്നിട്ട് പോയ ഉടനെ തന്നെ ചേച്ചി നിർബന്ധിച്ച് അടുത്ത ഒരു പരീക്ഷണത്തിന് വേണ്ടി ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. അദ്ദേഹത്തോട് ജസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഓടി വന്നു. എന്നിൽ അത്രയ്ക്കും ഇഷ്ടമുണ്ട്. എന്തായാലും അന്നുമുണ്ടായിരുന്നു 1, 2, 3. ആ 3 ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം എമർജൻസി ആയിട്ട് വന്നതുകൊണ്ട് പെട്ടെന്ന് പോവുകയും ചെയ്തു. ഹസ്ബൻഡും ഞാനും തമ്മിലുള്ള നല്ല സംഭാഷണങ്ങൾ തുടരുകയും ചെയ്തു. പക്ഷേ 2ാമത്തെ വട്ടം ചേച്ചി പറഞ്ഞത് കറക്റ്റായി ഫലിച്ചു. റിസൾട്ട് വന്നു. ഞാൻ തുള്ളിച്ചാടി. ആദ്യം ഞാൻ ചേച്ചിയോട് ഹസ്ബൻഡോട് പറഞ്ഞു. ചേച്ചി പറഞ്ഞു, എൻ്റെ ഭർത്താവല്ലേ വന്നത്, റിസൾട്ട് എനിക്ക് ഉറപ്പായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ഭർത്താവിനോട് വിളിച്ചു പറ. ചേട്ടൻ വന്നിട്ട് പോയപ്പോഴേക്കും എല്ലാ റിസൾട്ടും കിട്ടി. ചേട്ടനൊരു ധീരശൂര പരാക്രമിയാണ്. ഈ വട്ടം ചേട്ടൻ പണി പറ്റിച്ചു എന്ന് പറയാൻ പറഞ്ഞു. ഞാനതുപോലെ സന്തോഷത്തോടുകൂടി എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് തുള്ളിച്ചാടി. കണ്ടില്ലേ, എനിക്കൊരു കുഴപ്പമില്ല, എന്നോട് ഞാൻ പറഞ്ഞല്ലേ ഡോക്ടറുടെ നിന്ന് പോകണ്ടെന്ന്, ഉണ്ടാകുമ്പോൾ ഉണ്ടായിക്കോളും മോളെ എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് എൻ്റെ അക്കൗണ്ടിലേക്ക് വലിയൊരു തുക ഇട്ട് തന്നു. നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ വരുമ്പോഴേക്കും വാങ്ങി കഴിക്കുകയോ പർച്ചേസ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്. ഇപ്പോൾ ഞാൻ സന്തോഷവതിയാണ്. ഭർത്താവ്, വീട്ടുകാരെ എല്ലാവരും എൻ്റെ ചുറ്റിനുമുണ്ട്. എനിക്ക് കുറ്റബോധമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും കുറ്റബോധമില്ല മാഡം. കാര്യം കുറ്റബോധത്തിന് എന്തെങ്കിലും ഗുണമുള്ള ഒരാളല്ല എൻ്റെ ഹസ്ബൻഡ്. അങ്ങയുടെ പിടിവാശി മൂലമാണ് എനിക്കിങ്ങനെ കാണിക്കേണ്ടി വന്നത്. കുറ്റബോധമല്ല, എനിക്ക് വേറെ പ്രശ്നമാണ്. ചേച്ചി സമയബന്ധിതമായി റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹവുമായി ഒരു പാലം വലിച്ചെങ്കിലും എനിക്കിപ്പോൾ കരാറൊന്നുമല്ല. അദ്ദേഹത്തോട് ചെറിയ ഇഷ്ടം തോന്നുന്നു, ചേച്ചിയുടെ ഭർത്താവിനോട്. പക്ഷേ അതൊന്നും പുള്ളിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്ക് അങ്ങനൊന്നുമില്ല. അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക, അത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അല്ലാതെ ആരോടെങ്കിലും പ്രത്യേകിച്ച് പ്രേമമോ സ്നേഹമോ ഉള്ളതല്ല. എനിക്കാണെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണല്ലോ എന്നോർത്ത് ഇപ്പോൾ ഇത്തിരി പ്രേമം ഉള്ളിൽ മുട്ടിട്ടിരുന്നു. ആരോടും ഞാൻ പറയുന്നില്ല. പക്ഷേ ഉള്ളിലൊരു പ്രേമം അലയടിക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് എനിക്കറിയാം. ആ പ്രേമം മായ്ച്ചു കളയാനാകുമോ മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യരെന്താണെങ്കിലും എത്ര കരാറുണ്ടാക്കിയാലും യന്ത്രങ്ങളൊന്നുമല്ല. മായ്ച്ചു കളയാനൊന്നും ചിലപ്പോൾ പറ്റില്ലെന്ന് വരും. പക്ഷേ നമ്മൾ പ്രാക്ടിക്കലായി ചിന്തിക്കുകയാണെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മുക്തി നേടാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ഇവിടെ വളരെ രഹസ്യമായിട്ട് ഒരു തരികിട കളിച്ച് നിങ്ങളുടെ ജീവിതം സെക്യൂറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. എന്നിട്ട് അതിൽ വേറൊരാളോട് പ്രേമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഒന്നാമത് ചേച്ചിയുടെ ലൈഫ് തകരാറിലാകരുത്. പിന്നെ രണ്ടാമത് അങ്ങേർക്ക് ആരോടും പ്രത്യേകിച്ച് പ്രേമമോ സ്നേഹമുള്ള ടൈപ്പല്ല. എന്തുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി നടക്കുന്നൊരു മനുഷ്യനാണ്. അങ്ങനെ പ്രേമിക്കാനും കൊള്ളില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ കുഞ്ഞിൻ്റെ അച്ഛനാണല്ലോ എന്ന് പറഞ്ഞൊരു പ്രേമം തോന്നും, മനുഷ്യന് തോന്നും. പക്ഷേ ആ തോന്നുന്നിടത്ത് നിയന്ത്രിച്ച് നിർത്തേണ്ടത് നിങ്ങളുടെ ഒരു ബുദ്ധിയാണ്. ആ കൺട്രോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളെന്തിനാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കണം, ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണം, ആ ദാമ്പത്യ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെയും ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെ നോക്കുക. തരികിടകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ളൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നതിന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ആ സൈഡ് എഫക്റ്റുകളെ വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യേണ്ടത് നമ്മുടെ കടമയായതുകൊണ്ട് ഇതിപ്പോൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പ്രേമുണ്ടെങ്കിൽ ഉള്ളിൽ വെക്കുക. ആ പ്രേമം പതുക്കെ അങ്ങ് ഫെയ്ഡപ്പായി കൊണ്ടുപോകുക. അതായിരിക്കും നല്ലത്.